മഴ കളിമുടക്കാൻ നോക്കിയെങ്കിലും രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വരൂപത്തിന് മുന്നിൽ മുംബൈ ഇന്ത്യൻസ് പാടെ തകർന്നു. 11 ഓവറായി ചുരുങ്ങിയ പോരാട്ടത്തിൽ റൺമല തീർത്ത രാജസ്ഥാൻ 27 റൺസിന്റെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഈ സീസണിലെ തുടർച്ചയായ 3ാം വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ രാജകീയമായി 1ാം സ്ഥാനത്തെത്താനും റോയൽസിനായി. ആദ്യം ബാറ്റ് ചെയ്തത് രാജസ്ഥാന് വേണ്ടി വൈഭവ് എന്ന യുവതാരം ക്രീസിൽ തീപ്പൊരി പടർത്തി. വെറും 14 പന്തിൽ 5 പടുകൂറ്റൻ സിക്സറുകൾ അടക്കം 39 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. വൈഭവ് മടങ്ങിയതോടെ ബാറ്റെടുത്ത ജയ്സ്വാൾ സംഹാര രൂപം പ്രാപിച്ചു. 32 പന്തിൽ നിന്ന് 77 റൺസുമായി അവസാന പന്ത് വരെ ജയ്സ്വാൾ ഉറച്ചു നിന്നപ്പോൾ രാജസ്ഥാൻ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് 150. 240 സ്ട്രൈക്ക് റേറ്റിൽ 10 ഫോറുകളും 4 സിക്സറുകളുമാണ് ആ ബാറ്റിൽ നിന്ന് പറന്നുയർന്നത്. മറുപടി ബാറ്റിംഗിൽ 151 റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ മുംബൈക്ക് വിക്കറ്റുകൾ കാത്തു സൂക്ഷിക്കാനായില്ല. ആദ്യ 5 ഓവറിൽ തന്നെ 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ മുംബൈയുടെ പോരാട്ടം വെറും ചടങ്ങായി മാറി. രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ വമ്പന്മാരെയെല്ലാം 2 അക്കം കാണുന്നതിനു മുൻപ് തന്നെ റോയൽസ് ബൗളർമാർ തിരിച്ചയച്ചു. 9 വിക്കറ്റ് നഷ്ടത്തിൽ പൊരുതി നോക്കിയെങ്കിലും മുംബൈക്ക് അടിയറവ് പറയേണ്ടി വന്നു. മുംബൈയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ വെറും കാഴ്ചക്കാരാക്കി മാറ്റിയ രാജസ്ഥാൻ ബൗളർമാരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ അവർ ഹർദിക്കിനും സൂര്യയ്ക്കും ആധിപത്യം സ്ഥാപിക്കാൻ ഒരു പഴുതും നൽകിയിട്ടില്ല. ഫീൽഡിംഗിലും ടീം പുലർത്തിയ മികവ് വിജയത്തിൽ നിർണായകമായി. ഓരോ മത്സരത്തിലും വ്യത്യസ്തമായ മാച്ച് വിന്നർ ഉയർന്നു വരുന്നത് രാജസ്ഥാന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ വിജയത്തോടെ 2026 IPL-ലെ കിരീട പോരാട്ടത്തിൽ തങ്ങൾ എത്രത്തോളം മുന്നിലാണെന്ന് രാജസ്ഥാൻ റോയൽസ് തെളിയിച്ചു കഴിഞ്ഞു. റിയാൻ പരാഗിന്റെ തന്ത്രപരമായ നീക്കങ്ങളും യുവതാരങ്ങളുടെ ചടുലതയും ഒത്തുചേർന്നപ്പോൾ നീലപ്പട നിഷ്പ്രഭമായി. രാജസ്ഥാൻ കുതിപ്പ് തുടരുകയാണ്. ഏതു വമ്പന്മാർ വന്നാലും നേരിടുന്ന ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്താൻ വൈഭവും കൂട്ടരുമുള്ളപ്പോൾ രാജസ്ഥാൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇനി പ്രതീക്ഷിക്കുന്നില്ല.